ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് ആക്രമണം ആരംഭിച്ചത്. ഉത്തരവാദിത്തത്തോടെ പെരുമാറാനുള്ള മുന്നറിയിപ്പാണ് ആക്രമണങ്ങളിലൂടെ ഇറാന് നൽകുന്നതെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഐസൺ ജോസ് ആണ് ചേരുന്നത്. ഐസൺ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദം ഇനിയൊരു സമാധാനത്തിൻ്റെ കരാറിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല. അപ്പോൾ ഇറാനെ മര്യാദ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ എന്നാണല്ലോ അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. ഗൗതം, തീർച്ചയായും ഇറാനെ മര്യാദ പഠിപ്പിക്കുക അല്ലെങ്കിൽ നേർവഴിക്ക് നടത്തുക എന്ന് തന്നെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതിനുള്ള, അക്കൗണ്ടബിളായി പെരുമാറുന്നതിനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇറാൻ്റെ നേരെ ഈ നടപടികളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് വളരെ കൃത്യമായി തന്നെ US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നും ആക്രമണം നടന്നു. ഏതാണ്ട് പുലർച്ചെ 3:30യോടുകൂടി വലിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത്. 30ഓളം ഇടങ്ങളിൽ അതിശക്തമായ ആക്രമണം നടന്നു എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം അധികം വൈകാതെ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഒരു കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അതായത് സൈപ്രസിൻ്റെ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയ ഒരു സാഹചര്യം ഹോർമൂസിലൂടെ കടന്നു പോകുന്നതിനിടെ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് അതിശക്തമായ ഒരു ആക്രമണവും നടത്തിയത്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഇനിയും തുടരും. ഹോർമൂസിനെ സുരക്ഷിത നാവിക പാതയായി നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ഇറാനെ റെസ്പോൺസിബിളായി ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിനുമാണ് നടപടികളെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. ഇന്നലെ 140ഓളം കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയതെങ്കിൽ ഇന്ന് അത്രമാത്രം ആക്രമണം നടന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 3 ദിവസങ്ങൾക്കിടെ നടന്ന ആക്രമണങ്ങൾ ഏതാണ്ട് 300ഓളം ഇടങ്ങളിൽ അതിശക്തമായ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആക്രമണം ആവർത്തിക്കും. ഇനിയും ഇറാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അത് സമ്മർദ്ദതന്ത്രത്തിലൂടെ തന്നെ പ്രശ്നം ഡീൽ ചെയ്യുക എന്നതാണ് കൃത്യമായൊരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം പ്രശ്നം നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന് ആന്റോണിയോ ഗുട്ടറോസ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നുണ്ട്. UN സെക്രട്ടറി ജനറലിൻ്റെ നിലപാടിനോട് കാര്യമായൊരു പ്രതികരണം ഇതുവരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സംഘർഷം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യം, സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ കൂടി വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം, ഹോർമൂസിലൂടെ സ്വതന്ത്ര ഗതാഗതം ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള സംഘർഷാത്മക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ നിയന്ത്രണ വിധേയമാക്കാനുള്ള നീക്കങ്ങളാണ് US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗൗതം. ഓക്കെ ഐസണാണ് വിശദാംശങ്ങൾ നൽകിയത്.